പിന്നീട് മെഡിക്കൽ രംഗത്തുണ്ടായ ഓരോ ചലനങ്ങളും പാവപ്പെട്ട രോഗികളെ കഷ്ടപ്പെടുത്തുകയും മരണത്തിലേക്ക് തള്ളിവിടുന്നത്. ഏറ്റവും അവസാനമാണ് കോട്ടയത്ത് ഇന്നലെ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീഴുന്നു. ഞങ്ങൾ തകർന്നു വീഴുന്നതിനേക്കാൾ ഗൗരവമാണ് ഒരു മന്ത്രി നടത്തിയ ഉത്തരവാദിത്തമില്ലാത്ത പ്രസ്താവന. ഇവിടെ സർക്കാർ ജനങ്ങളിൽ പങ്കെടുക്കാൻ ചെന്ന ആരോഗ്യമന്ത്രി ആ ജില്ലക്കാരനായിട്ട് മന്ത്രി വാസവനോടൊപ്പം സൈറ്റ് സന്ദർശിച്ചിട്ട് ഒരു പറഞ്ഞെന്താ, ഇത് പൂട്ടിക്കിടക്കുന്ന കെട്ടിടമാണ്, പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാണ്, അതിന്റെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു, പൂട്ടിക്കിടക്കുന്ന ഇതിനെ അൺഫിറ്റായതുകൊണ്ടാണ് കെട്ടിടം മാറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഇവിടെ ആരും ഇതിന്റെ ഇടയിലൊന്നും മുടി, അവിടെ ആരും താമസമില്ല, ആരും ഈ കെട്ടിടം ഉപയോഗിക്കുന്നില്ല. ഇത് പറഞ്ഞതിന് ശേഷമാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞ് അങ്ങനെയല്ല, കുളിക്കാനും കുടിക്കാനൊക്കെ ഈ കെട്ടിടം ഞങ്ങൾ പോകാറുണ്ട്. ഒരു സ്ത്രീ നേരത്തെ ബാത്റൂമിലേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടതാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ചാണ്ടി എം.എൽ.എ വരുന്നത്. ഇവരൊക്കെ ബഹളം ഉണ്ടാക്കിയപ്പോഴാണ് ഈ കെട്ടിടത്തിന്റെ അടിയിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന പരിശോധന. അപ്പോഴേക്കും 1.5 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, 1.5 മണിക്കൂറൊക്കെ ശ്വാസം കിട്ടാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയും? വെറുതെ ചോദ്യം. അങ്ങനെ ആരുമില്ല എന്ന് ആധികാരികമായിട്ട് മന്ത്രി പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ഏതായാലും ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചു എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ, സാമാന്യ ബോധമുള്ള ഒരു മന്ത്രിയാണെങ്കിൽ പറയും. അതിലൊരാരുമില്ലാതെ പ്രഖ്യാപിക്കുകയും ഏതാണ്ട് 1.5-2 മണിക്കൂർ രക്ഷാപ്രവർത്തനങ്ങൾ താമസിക്കുകയും ചെയ്തപ്പോ ബിന്ദു എന്ന പാവപ്പെട്ട ഒരു സ്ത്രീ മരണപ്പെടുകയാണ്. ഇന്ന് ചാനലൊക്കെ നമ്മൾ കണ്ടു. അവരുടെ ശവസംസ്കാരത്തിന്റെ സമയത്ത് ഒരു നല്ലൊരു വീടുണ്ടാക്കുക എന്നുള്ള സ്വപ്നം പൂർത്തിയാക്കാൻ കഴിയാതെയാണ് അവർ വിട പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അതിലെ മന്ത്രിക്ക് ഉത്തരവാദിത്വം? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംഭവങ്ങൾ മാത്രമല്ല, അത് ഓരോ ആശുപത്രികൾ നോക്കും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോലും ഡോക്ടർമാരുണ്ടോ, സ്റ്റാഫുണ്ടോ, മരുന്നുണ്ടോ? ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഒരു രോഗിയെ ഒരു കെട്ടിടത്തിന് വീട് പരിക്ക് പറ്റിയ ഒരു വ്യക്തി മഞ്ഞക്കാടുള്ള ഒരു തൊഴിലാളി അവിടെ അദ്ദേഹത്തിനെ കൊണ്ടുപോയി. ഇത് തന്നെ മരുന്നുമില്ല, ഒന്നുമില്ല. അവസാനം സ്കാനിങ് വിഷയം പോലെയാണ് പ്രവർത്തിച്ചില്ല. സ്കാൻ ചെയ്യാൻ പുറത്തു കൊണ്ടുകൊണ്ടി വന്നു. മഞ്ഞക്കാടുണ്ടായിട്ട് പോലും 88,000 രൂപയാണ് ആ വ്യക്തിയിൽ നിന്ന് ചെലവായത്. എന്നിട്ട് അയാൾ മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യയെ ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത് ആശുപത്രിയിൽ നിന്ന്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതാണ് അവസ്ഥയെങ്കിൽ എത്ര ആളുകളെ പേപ്പട്ടി ഒഴിച്ചപ്പോൾ? എല്ലാ ദിവസവും പത്രത്തിൽ നോക്കും, ഓരോ വ്യക്തികൾ പേപ്പട്ടിക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരെ മരിക്കുക, കുട്ടികൾ ഉൾപ്പെടെ. ഒരു ഭാഗത്ത് തെരുവായിട്ട് നടക്കുക. വനപ്രദേശങ്ങളിലാണെങ്കിൽ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു. അതിനേറെ ദയനീയമാണ് ഇപ്പോൾ നാളെ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ എന്ന് പറയുന്നത്. പിണറായി വന്നതിന് ശേഷം വന്നൊരു ചൊല്ലുണ്ടല്ലോ, എണ്ണം കെട്ട നാട് ഭരിച്ചാൽ നാട് മുടിയുന്നു. ഞാൻ കടലിൽ വെച്ച് കപ്പലിന് തീ പിടിച്ചു. ഇന്ത്യയിൽ എവിടെ ഉണ്ടായിട്ടില്ല. കടലിലാണ് കപ്പലിന് തീ പിടിച്ചത്. അതിലെ കണ്ടെയ്നറുകളെല്ലാം ഒഴുകുകയാണ് കടലില്. അതിലെ മാരക വിഷാംശങ്ങൾ കടലിൽ കലർന്നു എന്ന് വാർത്തകൾ വന്നപ്പോ ഇന്ന് മത്സ്യം വാങ്ങാൻ പോലും ആളുകൾ ഭയപ്പെടുകയാണ്. അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം കഷ്ടമാണ്. ആകാശത്ത് കാർമേഘങ്ങൾ കണ്ടാൽ ഉടനെ പറയും ഇന്ന് കടലിൽ പോകാൻ പാടില്ല. കടലിൽ പോകാനും കഴിയുന്നില്ല. പോയ സന്ദർഭത്തിൽ പിടിക്കുന്ന മത്സ്യം വിൽക്കാനും കഴിയും. അവരും പറ്റുന്നില്ല. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത ആരോഗ്യമുണ്ട്.
അവരെക്കുറിച്ച് ഭരണകക്ഷി നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപാൽ പറഞ്ഞത് ഞാൻ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത മന്ത്രി. നമ്മളാരും പറയുകയല്ല, UDF ആരും വിളിക്കാൻ പോകാറില്ല, വിളിച്ചിട്ട് കാര്യമില്ല.